നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പീൻ ഊർത്തി. PSC ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ നടപടികളല്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തസ്തിക പരിശോധിച്ചാലും അവയുടെ നിയമനങ്ങൾ കുത്തനെ കുറയുകയാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ നിയമന സ്തംഭനമുണ്ടായാൽ കൂടിയും നിങ്ങളാരും അതിശയപ്പെടേണ്ടില്ല. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ശരവേഗത്തിൽ ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. ഈ അവസരത്തിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി ആശ്രിത നിയമനങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടത്. ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഈ വരാൻ പോകുന്ന പരീക്ഷ എഴുതി പാസ്സായി വരുന്ന ഉദ്യോഗാർത്ഥികൾ എത്ര മാർക്കിന് മേലെ മിനിമം നേടിയിരിക്കണം, സേഫ് സോൺ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് നൽകുക. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ സർക്കാരിനെയോ അതിൻ്റെ അധികാരികളെയോ ചീത്ത പറഞ്ഞുകൊണ്ട് കമന്റ് ഇടേണ്ട ആവശ്യമില്ല. മുൻകാലങ്ങളിൽ ഇതുപോലെ ചെയ്തിട്ടുള്ളവർ ജോലി കിട്ടിയതിനു ശേഷം സർക്കാർ അനുകൂല സംഘടനകളിൽ ജോയിൻ ചെയ്തുകൊണ്ട് അവരുടെ കൂറ് തെളിയിച്ചിട്ടുണ്ട്. എന്ത് വിരോധാഭാസമാണ്! സ്വന്തം കാര്യം നേടിയെടുക്കുക എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് താൻ. എന്നാൽ കൂടിയും നമുക്ക് നെഗറ്റീവിനെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം, അത് ഒരേ ഒരു വഴിയേ ഉള്ളൂ: പഠിക്കുക. PSCയുടെ പൾസ് മനസ്സിലാക്കി, ട്രെൻഡ് മനസ്സിലാക്കി പഠിക്കുക. ഇത്തരത്തിൽ ഇപ്പോ പരീക്ഷാ ചോദ്യപേപ്പറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, റാങ്ക് നിർണ്ണയിക്കപ്പെടുന്ന പല ചോദ്യങ്ങളും സ്കൂൾ മാത്രമല്ല കോളേജ് തലത്തില് പാഠപുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ സൗജന്യമായി PDF ആയി ഡൗൺലോഡ് ചെയ്യാം എംഫേവർ കേരള PSC എന്ന ടെലഗ്രാം ചാനലിലൂടെ. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് എംഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. 1 ലക്ഷത്തിലധികം പേർ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ചാനലിൽ നിങ്ങൾക്കും സൗജന്യമായി ജോയിൻ ചെയ്ത് PDF-കൾ പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷ തീയതിയൊക്കെ വന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്തുകാർക്കാണ് ആദ്യ പരീക്ഷ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തി കട്ട് ഓഫ് കടക്കണം, എന്തായിരിക്കും കട്ട് ഓഫ് എന്നതിനെ പറ്റി ഒരു കൃത്യമായ അവലോകനം ഞാനിവിടെ നടത്തുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, നെഗറ്റീവായിട്ട് കാണരുത്. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോഴും പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇടതുപക്ഷ സർക്കാർ ഞങ്ങളുടെ സർക്കാർ ഞങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എല്ലാ കാലത്തും. ഓക്കെ, മറ്റേ റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞ പോലെ ഇപ്പോഴും അല്ലെ സഹായിക്കും. എന്നിട്ട് അവസാനം എന്തായ അവരെ കുറിച്ച് ആരും തിരക്കുന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം. LDC 2024 അപേക്ഷിച്ചവരുടെ എണ്ണമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 2024 പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം 12,95,446. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയേ, ഈ പറയുന്ന 6 ജില്ലകൾ 1 ലക്ഷത്തിലധികം ആളുകളുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, കൊല്ലം അല്ലെ? ഈ പറയുന്ന 6 ജില്ലകളിൽ 1 ലക്ഷത്തിലധികം പേര് അപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായ കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമേ വേണ്ട. കാരണം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കട്ട് ഓഫുകൾ കണ്ടോ, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫാണ്. ഈ പറയുന്ന ജില്ലകളിലെല്ലാം തന്നെ 53-നും മേലെ പോയിട്ടുണ്ട് കട്ട് ഓഫ് എന്നുള്ളതാണ്. 53-ന് മേലെയും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ജില്ലകളിൽ അത്യാവശ്യം വേക്കൻസികളും ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നാൽ കട്ട് ഓഫ് ഉയർന്നു നിൽക്കുകയാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കാം. തൃശ്ശൂരും കണ്ണൂരും 1 ലക്ഷത്തിലധികം പേര് ഇത്തവണ അപേക്ഷിക്കുമെന്ന് കരുതിയെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് താല്പര്യമില്ല. അവിടങ്ങളിലുള്ളവരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ വിദേശത്ത് മറ്റുമൊക്കെ
പഠിക്കാൻ പോയി കാണും. ഇത് മിക്കവാറും എല്ലാവരും 15-18 ലക്ഷം ആൾക്കാർ ആകെ മൊത്തം അപേക്ഷ എന്ന് കരുതിയിട്ടും നടക്കാതെ പോയ ഒരു സംഗതിയാണ്. അപ്പോൾ എന്നാലും തൃശ്ശൂരും കണ്ണൂരും ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 53-ലധികം കട്ട് ഓഫ് കടന്നിട്ടുണ്ട്. ഇതേ അവസ്ഥ കോട്ടയത്തും പത്തനംതിട്ടയിലും സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കോട്ടയത്തും പത്തനംതിട്ടയിലും കഴിഞ്ഞ തവണ കട്ട് ഓഫ് കൂടി നിന്നു? അത്രമാത്രം കോമ്പറ്റീഷൻ. എന്നിട്ടും ഇത്തവണ കോട്ടയത്തും പത്തനംതിട്ടയിലും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയാൻ കാരണം പലരും PSC വിട്ട് ഒഴിഞ്ഞു. കുറച്ചുപേര് പ്രൈവറ്റ് ജോലിയിലേക്കും മറ്റ് പല ആളുകളും വിദേശ പഠനത്തിന് വേണ്ടിയിട്ടും മറ്റ് വിദേശ ജോലിക്കും വേണ്ടിയിട്ടും കയറി ചെന്നു എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നും യുവാക്കള് ഈ പറയുന്ന പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിൽ നിന്നും ഒരുപാട് പേര് വിദേശത്തേക്ക്, പല വീടുകളിലും മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്, മക്കളെല്ലാം വിദേശത്തായിരിക്കും അല്ലെ. അപ്പോ ആ ഒരു അസ്വാഭാവികത, അതിനെ സ്വാഭാവികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. എന്നാൽ ആലപ്പുഴ, കാസർഗോഡ്, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ ആലപ്പുഴയിൽ ഇത്തവണ കട്ട് ഓഫ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഇത്തവണ കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ മുന്നേ വീഡിയോയിൽ ചെയ്യുമ്പോൾ തന്നെ ഏത് ജില്ലയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂര്, പറ്റുമെങ്കിൽ കൊല്ലം, കോട്ടയം, പത്തനംതിട്ട പോലുള്ള ജില്ലകളിലുള്ളവർ അല്ലെ ഈ പറയുന്ന ആലപ്പുഴ കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് കേട്ട് ഒരുപാട് പേര് ആലപ്പുഴ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ പോലെ കട്ട് ഓഫ് കുറഞ്ഞിരിക്കത്തില്ല. കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് അയൽവക്കത്തുള്ള ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്നാൽ കാസർഗോഡ്, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ കട്ട് ഓഫ് കഴിഞ്ഞ തവണ കുറവായിരുന്നു. ഇത്തവണ ഈ പറയുന്ന ജില്ലകളിൽ അപേക്ഷകരും വളരെ കുറവാണ് മറ്റ് ജില്ലകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തവണ കട്ട് ഓഫ് കൂടുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ നിയമനങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. നിയമനങ്ങൾ കുറവാകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്ത് സംഭവിക്കും? അതിന് ആസ്പദമാക്കിക്കൊണ്ട് ആ ഒരു പ്രപ്പോഷനിലായിരിക്കും PSC ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. താൽക്കാലിക ജീവനക്കാർ ഒട്ടനവധി പേർ, പാർട്ടിക്കാരും മറ്റുമെല്ലാം അവരെ സ്ഥിരപ്പെടുത്തുകയും പിന്നെ ആശ്രിത നിയമനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഡയാർണസ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന തസ്തികകളിലേക്ക് കയറി വരാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജില്ലകൾ ഞാൻ ഈ പറയുന്ന ജില്ലകളാണ്: തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, കൊല്ലം, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഒരുപക്ഷെ ഇത്തവണത്തെ കട്ട് ഓഫ് 4 മുതൽ 8 മാർക്ക് വരെ കൂടിയേക്കാം. നിങ്ങൾ അതിശയപ്പെടേണ്ട കാര്യമില്ല. 4 മുതൽ 8 മാർക്ക് വരെ കൂടിയേക്കാം. 4 മുതൽ 8 മാർക്ക് വരെ കൂടിയേക്കാം എന്ന് പറയുമ്പോഴേക്കും കുറഞ്ഞത് 4, കൂടിയത് 8 മാർക്കാണ്. എപ്പോഴും 8 മാർക്ക് എന്നുള്ളത് നിങ്ങൾ സങ്കല്പിക്കുക. കാരണം അത്രമാത്രം കോമ്പറ്റീഷൻ, അത്രമാത്രം ടൈറ്റ് ആണ്. കഴിഞ്ഞ തവണ ജോലി കിട്ടാത്ത ആൾക്കാർ പോലും ഇപ്പോൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഈ പറയുന്ന രീതിയിൽ നമുക്ക് 4 മുതൽ 8 മാർക്ക് വരെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള ജില്ലകളിൽ ഏതൊക്കെയാണ്? ഈ പറയുന്ന ആലപ്പുഴ അല്ലെ, ആലപ്പുഴയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 മുതൽ 6 മാർക്ക് വരെ കൂടുമെന്നാണ് ആലപ്പുഴയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ ആളുകൾ മാത്രം അപേക്ഷിച്ചിരിക്കുന്ന കാസർഗോഡ്, ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിൽ 3 മുതൽ 4 മാർക്ക് വരെ കൂടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും താഴെത്തട്ടിൽ കാസർഗോഡ്, ഇടുക്കി, വയനാട് ഈ 3 ജില്ലകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ജില്ലകളിലും ആവറേജ് 5 മുതൽ 6 വരെ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ഓഫ് കൂടും. ആവറേജ് 4 മുതൽ 5, 6 എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. 4, 5, 6 എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ 8 മാർക്ക് വരെ കൂടുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞ കട്ട് ഓഫ് നോക്കിയിട്ട് അതിൻ്റെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ മതി, ആ രീതിയിലുള്ള പഠനം മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫിന്റെ 7 അയലത്ത് എത്തത്തില്ല. അതേസമയം കട്ട് ഓഫ് ഈ പറയുന്ന രീതിയിൽ ശരാശരി 4, 5, 6, കൂടിയത് 8, ഏറ്റവും കൂടുതൽ പേര് അപേക്ഷിച്ചിരിക്കുന്ന കോമ്പറ്റീഷൻ കൂടിയ ജില്ലകളിലാണ്.
എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കുക, 100-ന് വേണ്ടി പഠിക്കുക. അപ്പോൾ ഇത് കടന്നും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് പേടിക്കാനോ അത്ര വലിയ ഭയപ്പാടുള്ള ഇതൊന്നുമില്ല. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കട്ട് ഓഫ് ഇത്തവണ വന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഈ പറയുന്ന പഠനം അതിനനുസരിച്ച് നിങ്ങൾ പാകപ്പെടുത്തിയാൽ മതി. അതായത് കോളേജ് പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചരിത്രം, ഭൂമിശാസ്ത്രം, സയൻസ് പോലുള്ള ഏരിയകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോളേജ് പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദിക്കുന്നത്. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് വിട്ടുകളയാനും സാധിക്കത്തില്ല. അത്തരത്തിലുള്ള നോട്ടുകൾ എംഫേവർ കേരള PSC ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ്. എന്ന് തന്നെ ജോയിൻ ചെയ്യുക. നന്ദി.